എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചേനയും പനീറും വെച്ചിട്ടുള്ളൊരു കബാബാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. പൊതുവെ എല്ലാവർക്കും ചേന ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം കയ്യൊക്കെ ചൊറിയും നേരെയാക്കുമ്പോൾ. പക്ഷേ ഇത് എളുപ്പമാണ്. അത് വലിയ കഷ്ണമായിട്ടാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ചേന 2 ചെറിയ കഷ്ണം എടുത്തേക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് പനീർ 1/2 കപ്പാണ് വേണ്ടത്. ജീരകപ്പൊടി, ചാട്ട് മസാല, ആംചൂർ പൗഡർ, ഇത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഗരം മസാല, മല്ലിയില, ഓയിൽ, ഇത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഇതിൽ നന്നാവില്ല. ഇങ്ങനത്തെയൊക്കെ കബാബ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉപ്പ്, മൈദപ്പൊടി, ഇതിന് പകരം നമുക്ക് കടലമാവ് ഉപയോഗിക്കാം. മുളക് പൊടി, നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചേന നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെക്കണം. അത് നമുക്ക് ഇനി എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഇനി അടുത്തത് ചെയ്യാനുള്ളത്, ഒരു ബോളിൽ പനീർ ഇട്ടിട്ട് പനീർ നന്നായിട്ട് പൊടിച്ചെടുത്തതായിരിക്കണം. ഇനി അതിലേക്ക് ഓരോ മസാലാസ് ചേർക്കാം. ആദ്യം നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എരിവിനനുസരിച്ച് ചേർത്താൽ നമ്മൾ ഓൾറെഡി പച്ചമുളക് 2 അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവും കൂടി ആലോചിച്ചിട്ട് വേണം മുളക് പൊടി ഇടാൻ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ആംചൂർ പൗഡറാണ് ഇടുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടി. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഉപ്പ് ചേർക്കണം. ഉപ്പ് പനീറിൻ്റെ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി, കാരണം നമ്മൾ ചേന വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മളൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചു. എണ്ണ ചൂടായ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്, അതായത് മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടി അരച്ചതാണ്. ഇത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് 2 മിനിറ്റ് ഫ്രൈ ചെയ്യണം. മസാല നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേന ചേർക്കാം. ചേന നന്നായിട്ട് ഉടച്ച് വെച്ചതാണ്, അത് ചേർക്കാം. പൊതുവെ നമുക്ക് ചേന നേരെയാക്കാൻ വളരെ മടിയായിരിക്കും, കാരണം കൈ ചൊറിയും. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സുഖമാണ്, കാരണം നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത്. എന്നിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയേണ്ട ആവശ്യം. നമുക്ക് ചേന നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം. ഇത് ഡ്രൈ ആയാൽ മാത്രമേ നമുക്ക് കബാബ് രൂപത്തിലാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊരു പിഞ്ച് ഗരം മസാല ചേർക്കാം. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചാട്ട് മസാല ആഡ് ചെയ്യാം. ഇതും ചാട്ട് മസാല ഏത് ഗരം മസാല ഏത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇത് അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പനീർ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പനീർ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട്
മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർക്കാം. ഇപ്പോൾ എല്ലാം കൂടി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദ ചേർക്കാം. മൈദ ചേർക്കുന്നത് കബാബ് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മൈദയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് കടലമാവ് ഉപയോഗിക്കാം. മൈദയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മളെല്ലാം കൂടി മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 2 ഷേപ്പിലാണ്, അതായത് വട്ടത്തിലും ചെയ്യുന്നുണ്ട്, നീളത്തിലുള്ള കബാബ്സുമായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ പാൻ ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക. നമ്മളിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് എണ്ണ മതി. എണ്ണ ചൂടായ ശേഷം ഓരോ കബാബ്സും നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കബാബ്സ് നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ അടുത്ത സൈഡ് മറിച്ചിട്ടിട്ട് റെഡിയാക്കി എടുക്കാം. ഇത് വളരെ സോഫ്റ്റാണ്, കട്ട്ലറ്റ് പോലെയൊന്നുമല്ല, വളരെ സോഫ്റ്റാണ്. അപ്പോൾ മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കുക പൊട്ടാതിരിക്കാൻ. പതുക്കെ തിരിച്ചിടാം. നമ്മളെ കബാബ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈയിങ് പാനിൽ നിന്ന് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 ഷേപ്പിലാണ് ഉണ്ടാക്കണത്. ഞാനിപ്പോൾ നീളത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണിത്. നമ്മളിങ്ങനെ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം, എന്നാലേ സ്വാദ് ഉണ്ടാവുള്ളൂ. അങ്ങനെ കബാബ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.